ഹലോ, RRB NTPC എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന NTPC എക്സ്പ്രസിൻ്റെ ഡേ 4-ൽ നമ്മളിന്ന് ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ സയൻസ് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഡേ 1-ലും ഡേ 2-ലും ഡേ 3-ലായിട്ട് പൊളിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മാത്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഗ്രീഷ്മ മിസ്സിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഫിസിക്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും 8 മണിക്ക് വൈകുന്നേരം 8 മണി എന്ന് പറയുന്നൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചോളുക. ഫിസിക്സ് അല്ലെങ്കിൽ NTPC എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടോപ്പിക്കുകൾ ഓർഡർലി തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ ഈ ക്ലാസ്സസ് നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എത്തിക്കുക. റെഗുലർലി എല്ലാ ദിവസവും 8 മണിക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമുക്ക് സയൻസ് സബ്ജക്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫിസിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സയൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതും ഫിസിക്സിൻ്റെ ക്ലാസ് ആണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ്. നമുക്ക് സിലബസ് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേ പരീക്ഷകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സയൻസ്. അപ്പോൾ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നിടത്തോളം തന്നെ അത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ കണ്ടുപഠിക്കണം. നിങ്ങൾ ദിശ അക്കാഡമി മാത്രം ഫോളോ ചെയ്താൽ മതി. കൃത്യമായ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഡെയിലിയുള്ള ക്ലാസ്സസ്, അതുപോലെ തന്നെ ഓർഡർലി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഇത്രത്തോളം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അതല്ല, കുറച്ചുകൂടി ഓർഡർലി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ പെയ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ്, ഓഫ്ലൈൻ കോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വർഷം നിങ്ങൾ എല്ലാവരും പറ്റുന്നിടത്തോളം മാക്സിമം ആൾക്കാരും ഒരു ജോലി മേടിക്കാനായിട്ട് ട്രൈ ചെയ്തോളുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം ദിശ അക്കാഡമി NTPC എക്സ്പ്രസ് ഫിസിക്സ് ക്ലാസ്. അപ്പോൾ ക്ലാസ് നമ്പർ 1, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആദ്യം നിങ്ങളോടൊന്ന് പറയാം. നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പഠിക്കാതെ ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നിങ്ങൾ ഒരു വലിയ കോമ്പറ്റീഷനിലാണ് നിൽക്കുന്നത്. ആ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. സോ എക്സാം എന്താണെന്ന് മനസ്സിലാക്കണം, പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം, ചോദിക്കാത്ത നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്സിന് വേണ്ട സിലബസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് സിലബസ് മാത്രമല്ല, സിലബസ് എന്തൊക്കെയാണ്, നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെക്കാനിക്സിൻ്റെ 1ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സ്ലൈഡുകൾ ആദ്യം തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബേസിക് സിലബസ് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്, മെക്കാനിക്സ് എന്ന് പറയുന്ന ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്, സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അതിനുശേഷം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. ബേസിക് ടേമുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും: ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർഡർലി നമുക്ക് ടോപ്പിക്കുകൾ പഠിച്ചു പോകണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ സിലബസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് തന്നെ മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ഇനി വരുന്ന ആഴ്ചകളിലും ഈ വരുന്ന ആഴ്ചകളിലും ഇതിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഫിസിക്സ് ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ തന്നെ ആയിരിക്കും എടുത്തു പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്ന ആ ദിവസം തന്നെ കാണുക. പിന്നെ ഇതിൻ്റെ ക്ലാസ് PDF-കളും മറ്റ് നോട്ടുകളും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ഇതിനകത്ത് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഫിസിക്സിൻ്റെ സിലബസ് എന്താണ്? RRB എക്സാമിൻ്റെ സിലബസ്. നിങ്ങൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കിയാലും നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടൊരു സിലബസ് കിട്ടില്ല. ചിലപ്പോൾ ജനറൽ സയൻസ് എന്ന് മാത്രമേ സിലബസിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ടാവും. അപ്പോൾ സിലബസ് മനസ്സിലാക്കണമെങ്കിൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ടോപ്പിക്കുകളും അതേസമയം ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലും നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്സ് റെയിൽവേ പരീക്ഷകളുടെ, പ്രത്യേകിച്ചും NTPC എന്ന് പറഞ്ഞാലും റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും വേണ്ട സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത് ഫിസിക്സിൻ്റെ ബേസ് ആണ്. ഫിസിക്സിൻ്റെ ബേസ് കൃത്യമായിട്ടുള്ളവർക്ക് ഈ ഒരു ടോപ്പിക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാസ്സസ് തന്നെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ക്ലാസ്സസ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഫസ്റ്റ് ക്ലാസ്. 2 മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയ ഇങ്ങനെയുള്ള വാക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മെക്കാനിക്സ് പഠിക്കുന്നത്. ഇനിയും അടുത്തൊരു ടോപ്പിക്കാണ്
പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടീസ്, മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അതായത് നമ്മൾ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുമ്പം എലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ മാറ്ററിനുള്ള സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്താണ് കവർ ചെയ്യുന്നത്. പിന്നീട് ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൈറ്റ് വേവ് ആണ്. ലൈറ്റിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ലെൻസസ് ആൻഡ് മിറേഴ്സ്. ഇനി സൗണ്ട് വേവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊക്കെ ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റുന്നതല്ല. എക്സാംസ് പോയിന്റിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതിനുശേഷം അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് ഉൾപ്പെടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് അടുത്ത ടോപ്പിക്കാണ്. പിന്നീട് വരുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് സ്പേസ് സയൻസ് ആൻഡ് ന്യൂക്ലിയർ സയൻസ്. ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല, ഒരുപാട് ചോദ്യങ്ങളൊന്നും കാണാറില്ല. എന്നാലും നമ്മുടെ സിലബസിൽ കൺസിഡർ ചെയ്യേണ്ടതാണ് സ്പേസ് സയൻസ് ആൻഡ് ന്യൂക്ലിയർ സയൻസ്. നെക്സ്റ്റ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. സയൻറ്റിസ്റ്റുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസിൽ വരും. പിന്നീട് മിസലേനിയസ് ടോപ്പിക്സ്, ഇത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ അവാർഡ്സ്, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡ്സ്, നോബൽ പ്രൈസസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്താണ് നമ്മൾ മിസലേനിയസ് ടോപ്പിക്സ് എന്നൊരു കാര്യം കൂടി പറയുന്നത്. ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്സ് റെയിൽവേ SSCയുടെ പരീക്ഷ ആയാലും സിലബസിന് വ്യത്യാസമൊന്നുമില്ല, റെയിൽവേയുടെ എക്സാംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെച്ചോണം. അറിയാത്തവർ, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സിലബസ് നോട്ട് ചെയ്ത് തന്നെ വെച്ചോണം. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് നമ്പർ 1 നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മെക്കാനിക്സ്. ക്ലാസ് നമ്പർ 1 നമ്മൾ മെക്കാനിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ സിലബസ് ഒന്ന് നിങ്ങളെ കാണിക്കട്ടെ. സിലബസ് ഞാൻ പറഞ്ഞപ്പം ഒന്നാമത്തെ ടോപ്പിക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ വിടുകയാണ്. പിന്നീട് നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് വരും. ഈ ഒരു ടോപ്പിക്ക് പിന്നീട് നമ്മൾ പഠിക്കാം. ഇനിഷ്യലി ആദ്യം തന്നെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലേക്ക് പോകുന്നില്ല, നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ക്ലാസ് നമ്പർ 1 മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് തന്നെ വരുന്ന സബ് ടോപ്പിക്കുകൾ എന്ന് പറയാൻ പറ്റുന്ന ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോഴ്സ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫോഴ്സ്. ഇനി അത് തന്നെ ഫോഴ്സിനെ പറ്റി തന്നെ നമ്മൾ പഠിക്കുമ്പം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കും. ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അടുത്തത് മൊമെൻറ്റം എന്താണെന്ന് നോക്കണം. വർക്ക്, എനർജി, പവർ, ഈ ടേംസ് എന്താണെന്ന് നോക്കണം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കണം. സ്പീഡ്, വെലോസിറ്റി എന്താണെന്ന് നോക്കണം. ആക്സലറേഷൻ എന്താണെന്ന് നോക്കണം. അതിനുശേഷം ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കണം. ഇനി സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഫോഴ്സുകളുടെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ്, എന്നാൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഗ്രാവിറ്റേഷൻ എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെക്കാനിക്സിനകത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന സബ് ടോപ്പിക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ടോപ്പിക്കുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് SSC അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷകൾക്ക് പഠിക്കുന്ന ഒരാൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞ് തന്നെ പഠിച്ചു തുടങ്ങുക. അല്ലാതെ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ, ടോപ്പിക്കുകൾ കഴിഞ്ഞോ, കവർ ചെയ്തോ, സിലബസ് എന്തായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ NTPC എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ NTPC എക്സ്പ്രസ് സീരീസ് ആണ് ചെയ്യുന്നതെങ്കിലും ഇത് NTPC പരീക്ഷകൾക്ക് വേണ്ടി മാത്രമല്ല, പ്രത്യേകിച്ചും NTPC ഗ്രൂപ്പ് ഡി പരീക്ഷ, ALP പരീക്ഷ, ടെക്നീഷ്യൻ പരീക്ഷ, റെയിൽവേയുടെ RPF തുടങ്ങിയ റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം എന്നുള്ളവർ, താല്പര്യമുള്ളവർ NTPCയുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് സീരീസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുന്ന സയൻസ് അല്ലെങ്കിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ ഫോഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫോഴ്സിനെ പറ്റിയാണ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. അപ്പോൾ എന്താണ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ അറിയാവുന്നവർ പറഞ്ഞ് എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ചിലപ്പോൾ പറയും ഒരു ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു പുഷ്, അല്ലെങ്കിൽ ഒരു പുള്ള്, ഇതിനെയൊക്കെ ആയിരിക്കും ഫോഴ്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. നമുക്ക് ഡെഫിനിഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാൽ പോലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്
അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ, ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ടെൻസ് ടു ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതോ, ടെൻസ് ടു ചേഞ്ച്. കേട്ടോ, ഡെഫിനിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പോ സ്റ്റേറ്റോ പൊസിഷനോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒന്നാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഷേപ്പ്, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ചിലപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിന് ഷേപ്പ് മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് മോഷനിലേക്ക് വരും, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ ഷേപ്പോ സ്റ്റേറ്റോ പൊസിഷനോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതോ ഒന്നാണ് എന്ത്? ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഫോഴ്സ്. ഇനി വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് നമ്മൾ ഉത്തരം പറയും ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ SI യൂണിറ്റ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് നമ്മൾ പറയും. ഇവിടെ നിന്നാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലേക്ക് വരികയാണ്. കാരണം എന്തുകൊണ്ടാണ് ഫോഴ്സ് പറഞ്ഞിട്ട് ഞാൻ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലേക്ക് വന്നത്? അപ്പോൾ ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലേക്കാണ് വരുന്നത്. കാരണം ഈ നിയമങ്ങളാണ് ഫോഴ്സിനെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന നിയമങ്ങളാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. അപ്പോൾ നമ്മൾ ഫോഴ്സിന്റെ SI യൂണിറ്റിൽ നിന്ന് നമ്മൾ ലോസ് ഓഫ് മോഷനിലേക്ക് വരികയാണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നത്? കാരണം ലോസ് ഓഫ് മോഷനിൽ ഫോഴ്സിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഐസക് ന്യൂട്ടന്റെ ആണ് ലോസ് ഓഫ് മോഷൻ. എത്ര നിയമങ്ങളുണ്ട്, എത്ര ലോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ there are 3 ലോസ്, 3 നിയമങ്ങളാണുള്ളത്. 3 ലോസ്, ന്യൂട്ടന്റെ നിയമങ്ങൾ 3 എണ്ണമാണുള്ളത്. there are 3 ലോസ് ഓഫ് മോഷൻ. ഏതൊക്കെയാണ് ഈ നിയമങ്ങൾ എന്നാ പറയാൻ പോകുന്നത്? ഒന്ന് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. 2 സെക്കൻഡ് ലോ ഓഫ് മോഷൻ. 3 തേർഡ് ലോ ഓഫ് മോഷൻ. ഇത് 3ഉമാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. എന്താണ് ഈ 3 നിയമങ്ങളും പറയുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ 3 നിയമങ്ങളുടെ സിഗ്നിഫിക്കൻസ്? അപ്പോൾ ഒന്നാമത്തെ നിയമം, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നു. ഇനേർഷ്യ നിയമം. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ ഏത് ലോ ആണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയാണ് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. എന്താണ് ഇനേർഷ്യ? ഒരു ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ഒബ്ജക്റ്റിന്റെ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്നു, ഈ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം ഇത് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണുള്ളത്. അതേസമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ആ ഒബ്ജക്റ്റിനുള്ളത് ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്, റെസ്റ്റിലായിക്കോട്ടെ മോഷനിലായിക്കോട്ടെ, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് റെസ്റ്റിലിരിക്കാനുള്ള ഇനേർഷ്യ ഉണ്ട്, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇനേർഷ്യ ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒബ്ജക്റ്റിന്റെ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. അപ്പോൾ ഒന്നാമത്തെ നിയമം പറയുന്നത് ഇനേർഷ്യയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. ഇനി ഒന്നാമത്തെ ലോയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നാമത്തെ ലോയുടെ പ്രത്യേകതയാണ് ഇനേർഷ്യ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ലോ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ലോ എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ലോയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അതിന്റെ ഡെഫിനിഷനിലോട്ടൊക്കെ വരാം. അതിനു മുമ്പ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി പറയുന്ന ലോയാണ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതുകൊണ്ട് അതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നു. ഇനി സെക്കൻഡ് ലോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫോഴ്സിനെ ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട്
ഫോഴ്സിനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട്, ഫോഴ്സിനെ ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ലോയാണ് സെക്കൻഡ് ലോയിൽ നിന്നാണ് ഇക്വേഷൻ വരുന്നത്. ഫോഴ്സിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന ഇതിൽ നിന്നാണ് സെക്കൻഡ് ലോയിൽ നിന്നാണ്. അപ്പൊ ഫസ്റ്റ് ലോ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി പറയുന്നു. സെക്കൻഡ് ലോ ഫോഴ്സ് ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് സെക്കൻഡ് ലോ വഴിയാണ്, രണ്ടാമത്തെ ലോ വഴിയാണ്. ഇനി തേർഡ് ലോയും ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി തന്നെ പറയുന്നതാണ്. നമ്മളെല്ലാവരും പലപ്പോഴും യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഫോഴ്സിനെ പറ്റി പറയുന്ന ലോയാണ് തേർഡ് ലോ. അപ്പോൾ ബേസിക് ആയിട്ടൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ ഫസ്റ്റ് ലോയുടെ കാര്യമാണ് ലോ ഓഫ് ഇനർഷ്യ. ഞാനിത് ക്ലിയർ ആയിട്ട് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഫസ്റ്റ് ലോയുടെ കാര്യം പറയാൻ പോവാണ്. ഫസ്റ്റ് ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്നു. എന്താണ് ഫസ്റ്റ് ലോ പറയുന്നത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളുക. ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ലോ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ unless an external force is applied to it. Uniform motion unless an external force is applied to it. എല്ലാവർക്കും ഡെഫിനിഷൻ അറിയാമായിരിക്കും, ഒരുപാട് പേര് ഡെഫിനിഷൻ ഒക്കെ കാണാതെ പഠിച്ചിട്ടുള്ളതായിരിക്കും. unless an external force is applied to it. external forces applied to it. അപ്പോൾ ഈ ലോയുടെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാ ബോഡിയും കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതായത് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ടു ഇറ്റ്. ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും? ഇത് മൂവ് ചെയ്യും അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ടു ഇറ്റ്. റെസ്റ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ. ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ റെസ്റ്റിൽ നിന്നതിന്റെ സ്റ്റേറ്റ് മാറും അല്ലേ? ശരിയല്ലേ? ഇത് യൂണിവേഴ്സൽ ലോ ആണ്. ലോകത്തിൽ എവിടെയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെയും ഒബേ ചെയ്യപ്പെടേണ്ട ലോ ആണ്. ശരിയാണെന്ന് നമുക്ക് തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നറിയാം. അപ്പോൾ എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സസ് അപ്ലൈഡ് ടു ഇറ്റ്. ഇത് തന്നെയാണ് ഇനേർഷ്യ എന്ന് പറയുന്ന കാര്യത്തിലും പറയുന്നത്. ഇനേർഷ്യ. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. കൺസെപ്റ്റ് ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ നിയമം, ലോ ഓഫ് ഇനേർഷ്യ ഐസക് ന്യൂട്ടന്റെ ആണ് ഫസ്റ്റ് ലോയിൽ. ഇനി ഇനേർഷ്യ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അത് ഗലീലിയോയാണ്. തെറ്റിപ്പോകരുത്, ഗലീലിയോയാണ് കൺസെപ്റ്റ് ഓഫ് ഇനേർഷ്യ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റ് വരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ്: ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ്, ഇത് ഞാൻ ഏറ്റവും സിമ്പിൾ ആക്കി പറഞ്ഞതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അല്ല പറയേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞതാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതാണ് സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നിന്നാണ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. എന്താണ് ആ ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടി ഇതാണ്: ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു മൊമെന്റം എന്ന് വെച്ചാൽ എന്താ? മൊമെന്റം എന്ന് വെച്ചാൽ എഴുതി വെച്ചോളാം, മൊമെന്റം P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ടൈം റേറ്റ് ആണ്. സോ d/dt എടുക്കും. d/dt ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു d/dt ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ F ഇസ് പ്രപ്പോർഷണൽ ടു d/dt ഓഫ് മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മാസിനെ പുറത്തെടുത്തു, ആ dv/dt എന്നായി. ഇതിൽ നിന്ന് വീണ്ടും F is പ്രപ്പോർഷണൽ ടു dv/dt വിളിക്കുന്ന പേരാണ്
ആക്സലറേഷൻ. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എം എ. കോൺസ്റ്റന്റിന് 1 വാല്യൂ തന്നെ ആയതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന എവിടുന്ന? സെക്കൻഡ് ലോയിൽ നിന്നാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളിത് ആലോചിച്ച് സമയം കളയണ്ട, ഇതിനെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട, ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അപ്പൊ സെക്കൻഡ് ലോയിൽ നിന്നാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ലോയുടെയും സെക്കൻഡ് ലോയുടെയും സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞേ? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. അതായത് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇനി തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഈ ഒരു ലോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. ആക്ഷനും റിയാക്ഷനും എന്താണ്? ഇവിടെ ഫോഴ്സിനെ തന്നെയാണ് ആക്ഷനും റിയാക്ഷനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ആക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സും ഉണ്ടാകുമെന്നാണ് തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് 3 ലോസ് എന്നും പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് ചോദ്യം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് അറിയോ? ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. കൂടുതലും ഈ 3 ലോസിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇക്വേഷൻസ് പറയുമ്പോൾ അത് സെപ്പറേറ്റ് ഒരു ബുക്കിന്റെ സൈഡിൽ നിങ്ങൾ എഴുതി വെക്കുക. കാരണം നമുക്ക് ഇനി പ്രോബ്ലം സോൾവിങ് സെഷൻസ് വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പൊ ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇക്വേഷനുകളൊക്കെ എഴുതി വെക്കണം. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻസ് എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻസ് എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? 2 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ ഇതൊരു ഇക്വേഷൻ ആണ്. ഇതൊരു ബോക്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് മൊമെന്റം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഇനി ലോസ് ഓഫ് മോഷനുമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഇനേർഷ്യയുടെ എക്സാമ്പിൾ. അപ്പൊ ഇനേർഷ്യ എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇനേർഷ്യ ഓഫ് മോഷൻ, 2 ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇത് കൂടാതെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ കൂടെ ഉണ്ട്, ഡയറക്ഷൻ്റെ ഇനേർഷ്യ. അപ്പം 3 തരത്തിലുള്ള ഇനേർഷ്യയാണുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിളുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇതിൻ്റെ പല എക്സാമ്പിളുകളും നമ്മൾ കാണാറുണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഏതൊക്കെയാണ് ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് നമ്മളൊരു കാറിലോ ബസ്സിലോ ഒക്കെ ട്രാവൽ ചെയ്യുന്നു, നല്ല സ്പീഡിൽ കാറിലോ ബസ്സിലോ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ മുമ്പിലേക്ക് ആയും അല്ലേ? പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ ഇതെന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. കാരണം നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ മൂവ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പം ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം നമ്മൾ ഫ്രണ്ടിലേക്കായും, അതുപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യും അല്ലേ? അതിന് കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അനങ്ങാതിരിക്കുമ്പോൾ ആ റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ നമ്മുടെ ശരീരം ആഗ്രഹിക്കും. പക്ഷേ പെട്ടെന്ന് വണ്ടി മൂവ് ചെയ്യുമ്പം നമുക്ക് ബാക്കിലേക്ക് മൂവ് ചെയ്യും. അതിന് കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അത് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരം 100 മീറ്റർ വരുന്ന ഒരു ഓട്ട മത്സരത്തിൽ ഓടുന്ന ആൾ കറക്റ്റ് 100 മീറ്റർ കഴിയുമ്പോൾ അവിടെ തന്നെ നിൽക്കാൻ പറ്റൂ? ഇല്ല, അത് കഴിഞ്ഞും കുറേ കൂടെ ഡിസ്റ്റൻസ് ഓടിയിട്ടേ നിൽക്കാൻ പറ്റൂ. അതിന് കാരണം എന്താ? ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പം ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെയും ഇനേർഷ്യ ഓഫ് മോഷന്റെയും ഡയറക്ഷന്റെയും ഒക്കെ ആപ്ലിക്കേഷൻസ് ചോദിക്കാം. ഇനി ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ന്യൂട്ടന്റെ തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻസ്, അതായത് ആക്ഷന്റെയും റിയാക്ഷന്റെയും. അത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കാരണം ഒരു ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും എവിടെ ഉണ്ടോ അതെല്ലാം തേർഡ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പറയാം, റീകോയിൽ ഓഫ് ഗണ്ണിന്റെ റീകോയിൽ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഗണ്ണ് വെടിവെക്കാൻ നേരത്ത് അപ്പോൾ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റിൽ ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. അപ്പൊ റീകോയിൽ ഓഫ് ഗൺ എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? അത് ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതല്ല, ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുണ്ട് റോക്കറ്റ്
പ്രൊപ്പൽഷൻ. റോക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? റോക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് നല്ല ആക്ഷൻ ഫോഴ്സ് കൊടുക്കും, അതിന്റെ റിയാക്ഷൻ കൊണ്ടാണ് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞൂടെ, അതും ആണ്. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷനും തേർഡ് ലോഡ് ആപ്ലിക്കേഷൻ ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ തേർഡ് ലോഡ് മാത്രം ആപ്ലിക്കേഷൻ ആണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റല്ല. വേറെ പല കാര്യങ്ങളും ഉണ്ട് റോക്കറ്റ് പ്രൊപ്പൽഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഓർത്തോളുക, ന്യൂട്ടന്റെ തേർഡ് ലോഡ് ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ നമ്മുടെ വാക്കിംഗ്, നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തേർഡ് ലോഡ് ആപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. നമ്മൾ തറയിലേക്ക് ഒരു ആക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നു, തറ നമുക്കൊരു റിയാക്ഷൻ ഫോഴ്സ് തരുന്നു, അതുവഴിയാണ് നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിങ്, വെള്ളത്തിലേക്ക് നമ്മളൊരു ആക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നു, വെള്ളം തിരിച്ച് നമുക്കൊരു റിയാക്ഷൻ ഫോഴ്സ് തരുന്നു, അങ്ങനെയാണ് നീന്തുന്നതെന്ന് പറയാം. അതുപോലെ ബേർഡ്സ് എയറിലേക്ക് ഒരു ആക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നു, അവിടെ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ വഴിയാണ് പറക്കുന്നതെന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ന്യൂട്ടന്റെ തേർഡ് ലോയിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ശ്രദ്ധിച്ചോളുക, നമ്മൾ സീരീസ് ഓഫ് വീഡിയോസ് ഇനിയും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അധിക കാര്യങ്ങളൊന്നും പഠിച്ചില്ല. ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും പഠിച്ചു. നമ്മളിവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? അടുത്തത് പഠിക്കാനുള്ളത് നമുക്ക് പ്രഷർ എന്താണെന്ന് പഠിക്കണം. ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ എന്താണെന്ന് പഠിക്കണം, വർക്ക് എനർജി പവർ പഠിക്കണം, അതുപോലെ മൊമെന്റം എന്താണെന്ന് പഠിക്കണം, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് പഠിക്കണം, സ്പീഡ് വെലോസിറ്റി പഠിക്കണം, ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കണം. ഇത്രയും പഠിച്ചാൽ മാത്രമേ ഇതിന് ശേഷമുള്ള കുറച്ച് പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിലായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നൊരു ഇൻട്രൊഡക്ടറി സെഷനാണ്. നിങ്ങൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആ സിലബസ് ഫോളോ ചെയ്ത് ടോപ്പിക്കുകൾ ഇനിഷ്യലി കവർ ചെയ്യാൻ ശ്രമിക്കുക. അതും എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കി തന്നെ പോയാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഫോളോ ചെയ്ത് തന്നെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനിയും അടുത്ത സീരീസ് ഓഫ് ക്ലാസ് ചെയ്യാൻ നമുക്ക് പ്രയോജനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമാവേണ്ടത് നിങ്ങളുടെ മാത്രം കമൻറ്റുകളും ലൈക്കുകളും തുടങ്ങിയ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസുകൾ പറയുക. ഇതുപോലുള്ള സീരീസുകൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെങ്കിൽ ഇനിയും സീരീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ റെസ്പോൺസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ കമൻറ്റുകളുമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷനിൽ കാണാം. NTPC എക്സ്പ്രസിൻ്റെ അടുത്തൊരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, താങ്ക്